ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 13-14 തിരുവചനം. കോറാസിൻ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കെടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്താപിക്കുമായിരുന്നു. ആകയാൽ വിധി ദിനത്തിൽ ടയറിൻ്റെയും സീദോൻ്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി. വീണ്ടും നമ്മെ വിഷമിപ്പിക്കുന്ന യേശുവിൻ്റെ ചില ശാപവാക്കുകൾ, വളരെ സങ്കടത്തോടെ മനസ്സിൻ്റെ ഭാരത്താൽ യേശുവിന് പറയേണ്ടി വരുന്ന വാക്കുകൾ. തൻ്റെ വളരെ വിലപ്പെട്ട സമയം താൻ ആർക്കു വേണ്ടി ചെലവഴിച്ചുവോ, സ്വർഗത്തിൽ നിന്നും നേരിട്ട് ഇറങ്ങി വന്ന് ദൈവമായ താൻ മനുഷ്യരൂപമെടുത്ത് ആരുടെയെല്ലാം ഇടയിൽ ജീവിച്ചുവോ, ആരോടെല്ലാം താൻ നേരിട്ട് മാനസാന്തരത്തിനെ പറ്റിയും പശ്ചാത്താപത്തിൻ്റെ ആവശ്യകതയെപ്പറ്റിയും പറഞ്ഞുവോ, അവരുടെയൊക്കെ വിശ്വാസ തീഷ്ണതയ്ക്കു വേണ്ടി അവരുടെയെല്ലാം ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവോ, ആ വ്യക്തികൾ, ആ സമൂഹം വീണ്ടും വീണ്ടും അനുദപിക്കാതെ, തന്നെ മനസ്സിലാക്കാതെ, തൻ്റെ സുവിശേഷത്തിൻ്റെ മർമ്മം, ദൈവരാജ്യത്തിൽ ജീവിക്കുന്നതിൻ്റെ സന്തോഷം, സമാധാനം ഒരനുഭവമാക്കാതെ ജീവിക്കുന്നത് കണ്ട് ആ സമൂഹത്തോട്, ആ നഗരങ്ങളോട് യേശു വേദനയോടെ പറയുന്ന ഒരു തിരുവചനം: കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം എന്ന്. ഇന്ന് യേശുവിനെ വളരെ ചെറുപ്പം മുതൽക്കേ അടുത്തറിയുന്ന, ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി കേട്ടും വായിച്ചും മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ കാതുകളിൽ വീണ്ടും ഈ വേദനയോടെയുള്ള തിരുമൊഴി പറയുവാൻ യേശുവിന് ഇടവരുന്നുണ്ടാകുമോ? നാം അതിന് ഒരു ചാൻസ് കൊടുക്കുന്നുണ്ടാകുമോ? ഇന്ന് നാം ചാക്കെടുത്തും ചാരം പൂശിയും പശ്ചാത്താപിച്ചില്ല എങ്കിലും പ്രാർത്ഥനയോടും നൊയമ്പുപവാസത്തോടും ഹൃദയവിശുദ്ധിയിലും എളിമയിലും ദാനശീലരായും യേശുവിൻ്റെ ദൈവരാജ്യത്തിലെ ഒരു യഥാർത്ഥ പ്രതിനിധിയായി ജീവിക്കുവാൻ, മാനസാന്തരമുള്ള, ഇനിയും പഴയ പാപങ്ങളിൽ ഞാൻ ജീവിക്കില്ല എന്ന പശ്ചാത്താപമുള്ള ഉറച്ച മനസ്സോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകണം. ഉണ്ടെങ്കിൽ ഇന്ന് നാം വായിച്ചു കേട്ട യേശുവിൻ്റെ കഠിന വാക്കുകൾ നമ്മെ പറ്റിയല്ല. വിധിദിനത്തിൽ ടയറിൻ്റെയും സീദോൻ്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും എന്ന് നാം ആരെക്കുറിച്ചും യേശുവിന് സങ്കടപ്പെടുവാൻ ഇട നൽകുന്ന വിധത്തിൽ നാം ജീവിക്കാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.